നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ജ്യോതിഷ പ്രകാരം ഉണ്ടല്ലോ, ഗ്രഹങ്ങളുടെ ചലനങ്ങള് നമ്മുടെ നിത്യജീവിതത്തില് നിരവധി മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഓരോ ഗ്രഹത്തിന്റെയും അതുപോലെ തന്നെ ആ ഗ്രഹത്തിന്റെ സ്ഥാനം വ്യക്തിയുടെ ഗുണദോഷ ഫലങ്ങളെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അത് ഏതൊക്കെ കാര്യങ്ങളെന്ന് വെച്ചാൽ ബിസിനസ്, സാമ്പത്തികം, ബാങ്കിങ്, ഗണിതശാസ്ത്രം, ഓഹരി വിപണി, ഇതൊക്കെയാണ് ആ മേഖലകൾ. അപ്പോൾ ബുധന്റെ സ്വാധീനമാണ് പ്രധാനമായിട്ടും ഇതിൽ കാണപ്പെടുന്നത്. അതേസമയം ചൊവ്വ ധൈര്യം, ശക്തി, സ്വത്ത്, കോപം തുടങ്ങിയവയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹമാണ്. എന്നാൽ വൃശ്ചിക രാശിയിൽ ചൊവ്വയും അതുപോലെ തന്നെ ബുധനും ഒരുമിച്ച് ചേരുമ്പോൾ ആ സംയോജനത്തിന്റെ സ്വാധീനങ്ങൾ എങ്ങനെ നേരിടണമെന്ന് പലർക്കും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല. ഗുണാനുഭവങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന മാറ്റങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമാകുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാവും. സമ്പത്തും സ്വത്തും അനായാസമായിട്ട് നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, പ്രതീക്ഷിക്കാതെ തേടിയെത്താനുള്ള ഒരു സാധ്യതയാണ് ജ്യോതിഷ പ്രകാരം കാണുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന രാശികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അനുകൂല ഫലങ്ങളും അനുഭവപ്പെടുകയാണ്. സന്തോഷകരമായിട്ടുള്ള ഒരു പുതിയ അനുഭവങ്ങളും വിജയങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അധികം ദീർഘിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് വൃശ്ചിക രാശിയിലേക്ക് കടക്കാം. ചൊവ്വയും ബുധനും തമ്മിലുള്ള ഈ ഒരു സംയോജനം അതീവ ഗുണപരമായിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ലഗ്നഭാവത്തിലെ ഈ ഗ്രഹങ്ങൾ ചേർന്നെത്തുമ്പോൾ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങളാണ് അനുഭവപ്പെടുക. ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഉറച്ച തീരുമാനങ്ങളോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും. നിക്ഷേപങ്ങളിൽ സ്ഥിരതയും അതുപോലെ തന്നെ സാമ്പത്തിക സുരക്ഷിതത ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. ബിസിനസ്സിൽ പ്രതീക്ഷിക്കാതെ ലാഭവും സാമ്പത്തിക വളർച്ചയും ഒക്കെ സംഭവിക്കും. സമൂഹത്തിൽ ബഹുമാനവും അംഗീകാരവും ഒക്കെ ഉയർന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായി എത്തുന്ന ഒരു സമയം കൂടിയാണിത്. ആസ്തി, ഐശ്വര്യം, വാഹനം തുടങ്ങിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞ എല്ലാ മേഖലകളിലും നേട്ടങ്ങൾ കൈവരിക്കുകയും അതുപോലെ തന്നെ മൊത്തത്തിലൊരു മാറ്റങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടമായിരിക്കും ഇത്. നമുക്ക് കുംഭൻ രാശിയിലേക്ക് കടക്കാം. കുംഭൻ രാശിക്കാർക്ക് ബുധനും ചൊവ്വയും ചേർന്നിട്ടുള്ള ഈ സംയോജനം നിരവധി ഗുണഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. കർമ്മഭാവത്തിലുള്ള ഈ കൂട്ടുകെട്ട് തൊഴിലും അതുപോലെ തന്നെ ജീവിതത്തിലെ മുന്നേറ്റങ്ങളും ഒക്കെ സന്തോഷകരമായിട്ടാണ് പോവുക. മക്കളിലൂടെ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ബിസിനസ്സിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച നേട്ടങ്ങൾ ലഭിക്കുകയും വരുമാനമൊക്കെ ഗണ്യമായിട്ട് വർദ്ധിക്കുകയും ചെയ്യും. ജോലി അന്വേഷിച്ചു പോകുന്നവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള വിജയങ്ങളാണ് കാത്തിരിക്കാൻ പോകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുകയും ശരീര സൗഖ്യം വീണ്ടെടുക്കാനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കഴിയും. ദാമ്പത്യ ജീവിതത്തിലെ സ്നേഹവും മനസ്സിലാക്കലും ഒക്കെ കൂടുതൽ വർദ്ധിക്കും. അതുവഴി നിങ്ങളുടെ ബന്ധങ്ങളൊക്കെ ദൃഢമാവും. വിവാഹം സംബന്ധിച്ച വിഷയങ്ങളിൽ അനുകൂല തീരുമാനങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. പ്രണയ ജീവിതത്തിലും അതീവ ഭാഗ്യകരമായ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. പ്രണയം വിവാഹത്തിലേക്ക് എത്താനുള്ള സാധ്യതയും ഉയർന്നു കാണാം. മൊത്തത്തില് ജീവിതത്തില് എന്താ പറയാ സന്തോഷവും നേട്ടങ്ങളൊക്കെ നിറഞ്ഞൊരു സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്തത് മീനം രാശിയാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധനും ചൊവ്വയും ചേർന്നിട്ടുള്ള ഈ സംയോജനം ജീവിതത്തിൽ നിരവധി പോസിറ്റീവ് മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും ഭാഗ്യത്തിന്റെ പിന്തുണയോടെ കാര്യങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ കാലഘട്ടത്തിൽ ഭാഗ്യം പൂർണ്ണമായിട്ട് നിങ്ങളെ അനുകൂലിക്കും. ശുഭകാര്യങ്ങളിൽ പങ്കെടുക്കാനും സന്തോഷകരമായ അനുഭവങ്ങൾ നേടാനും അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഏറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വീടും വാഹനവും സ്വന്തമാക്കുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇത്. സ്വദേശത്തോ വിദേശത്തോ യാത്രയ്ക്കുള്ള നല്ല അവസരങ്ങൾ ലഭിക്കുകയും ആ യാത്രകളെ സാമ്പത്തിക സുരക്ഷിതത ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള നിങ്ങളെ സഹായിക്കും. അനിവാര്യമായ
എന്താ പറയാ, ആശങ്കകളിൽ നിന്നൊക്കെ മോചനം ലഭിച്ച് മനസ്സുഖം വീണ്ടെടുക്കാനുള്ള ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.